നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രത്തെ അതിന്റെ തനിമയോടെയും സത്യസന്ധതയോടെയും രേഖപ്പെടുത്തി വെക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ്. പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. പവർ ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ അഭിമാന താരമായിരുന്ന മോളി പടിയിറങ്ങുന്നു. കേരള പോലീസിലെ നീണ്ട 33 വർഷത്തെ സേവനത്തിനു ശേഷമാണ് വിരമിക്കൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്രം മാറ്റിമറിക്കപ്പെടുന്ന കാലത്ത് ചരിത്രത്തിന്റെ അതിന്റെ തനിമയോടെയും സത്യസന്ധതയോടെയും രേഖപ്പെടുത്തി വെക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ്. ചാലിയം മാലിക് ബിൻ ദിനാർ മസ്ജിദിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാലിയം മാലിക് ബിൻ ദിനാർ മസ്ജിദ് നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് പ്രധാനമാണെന്നും മസ്ജിദിന്റെ പാരമ്പര്യത്തിനോ തനിമയ്ക്കോ കോട്ടം വരാത്ത രീതിയിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂരിന്റെ ചരിത്ര പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ടുതന്നെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബേപ്പൂരിന്റെ ചരിത്ര പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ടുതന്നെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ നടത്തിവരുന്നത്. കേരളത്തിലെ ആരാധനാലയങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതൊരു സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനുള്ള സന്ദേശം ഇത്തരം ആരാധനാലയങ്ങൾ നൽകുകയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും മറ്റു മതങ്ങളിലുള്ളവരെയും അവരുടെ വിശ്വാസത്തെയും ബഹുമാനിക്കാനും അവരെ ആരെയും ശത്രുവായി കാണാതിരിക്കാനും പ്രത്യേകം കേരളത്തിൻ്റെ ഇത്തരം ആരാധനാലയങ്ങൾ വലിയ സന്ദേശം നൽകുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ നവീകരണം പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ടുണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത് ശങ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം KC അഷറഫ്, DTPC സെക്രട്ടറി ഡോക്ടർ T നിഖിൽദാസ്, ചാലിയം മുസ്ലിം ജമാഅത്ത് സംഘം വൈസ് പ്രസിഡന്റ് ഡോക്ടർ A മുഹമ്മദ് ഹനീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറൂഖ് സബ് RT ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധവും ധർണയും നടത്തിയത്. അഷറഫ് നരിമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര പഠനം നടത്താതെ നടപ്പിലാക്കിയ പുതിയ ലൈസൻസ് സമ്പ്രദായം പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ധർണയും നടത്തിയത്. ഒരു ടെസ്റ്റിംഗ് സെന്ററിൽ നിന്നും 30 പേർ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവൂ എന്ന സർക്കുലറിലെ തീരുമാനത്തിലൂടെ ഗവൺമെന്റ് വൻ തിരിച്ചടി നേരിടും. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കുന്നവരിൽ നിന്നും ഫീസിനത്തിൽ പ്രതിവർഷം 1000 കോടി രൂപയോളം ഖജനാവിൽ എത്തിച്ചേരുന്നുണ്ടെന്നും പുതിയ സമ്പ്രദായം നടപ്പിൽ വന്നാൽ 4/1 പണം പോലും ലഭിക്കില്ലെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇത് ഗവൺമെന്റിനെ അതീവ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. ഇത് നിർത്തിവെക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണ AKMDS INW അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഷറഫ് നരിമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. മാറ്റം വരുത്തിക്കോട്ടെ. മാറ്റം വരുത്തേണ്ടത് ഏത് മന്ത്രിയുടെയും കടമയാണ്.
മാറ്റം വരുത്തേണ്ട സമയത്ത് മാറ്റം വരുത്തണം. പക്ഷെ ഇപ്പൊ വരുത്തിയിരിക്കുന്ന മാറ്റം എന്താണെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഈ കമ്മീഷണറെ നമുക്ക് എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ 2022 ബില്ല് പാസ്സാക്കിയ പ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ബില്ല് പാസ്സായി നിൽക്കുന്ന ആ മുൻനിരയിൽ നിൽക്കുന്ന നമ്മളോടാണ് ഇതേപോലത്തെ ട്രാക്കുമായിട്ട് മന്ത്രി മുന്നോട്ട് വരുന്നത്. ഈ ADTC അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും വേണ്ട. അവിടുന്ന് പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ RTO ഓഫീസിൽ പോയാൽ ലൈസൻസ് കിട്ടും. ഇങ്ങനെ വലിയൊരു ഭീമന്മാരുടെ ഒരു വൻകിട കോർപ്പറേറ്റുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധി തരണം ചെയ്യുന്ന ഈ സമയത്താണ് മന്ത്രിക്ക് പുതിയ പ്രസ്താവനയായിട്ട് പുതിയ സർക്കുലറുമായി വന്നിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ പ്രവീൺ കുമാർ KP അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിപുൽ R, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രേമൻ, ഷംസുദ്ദീൻ, KT സഹദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ 8 ദിവസത്തെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയും മേൽശാന്തി ഷിബു ശാന്തിയും കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റത്തിന് സാക്ഷികളായി. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് പൊറോളി സുന്ദർദാസ്, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, ജോയിന്റ് സെക്രട്ടറി സജീവ് സുന്ദർ കാശ്മിക്കണ്ടി, ട്രഷറർ KV അരുൺ, ശിവരാത്രി മഹോത്സവം സ്റ്റിയറിംഗ് കമ്മിറ്റി കൺവീനർ PP മുകുന്ദൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ക്ഷേത്രം 70 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗജമണ്ഡപം ക്ഷേത്രയോഗം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. കൊടിയേറ്റത്തിനു ശേഷം കൊടിയേറ്റ സദ്യയും നടത്തി. തുടർന്ന് ലാലാ ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറി. സർവ വിഘ്ന നിവാരണ പൂജ, സൗന്ദര്യ ലഹരി പാരായണം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാന മത്സരങ്ങൾ, നാരായണീയ പാരായണം എന്നിവയും ഉണ്ടായിരുന്നു. വൈകിട്ട് നൃത്ത മത്സരം, ഭജന, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, രാത്രി രാകേഷ് ബ്രഹ്മാനന്ദൻ നയിക്കുന്ന ഗാനമേള, വെസ്റ്റ് ഹിൽ, നടക്കാവ് പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷ വരവുകൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പവർ ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ അഭിമാന താരമായിരുന്ന മോളി പടിയിറങ്ങുന്നു. കേരള പോലീസിൽ നീണ്ട 33 വർഷത്തെ സേവനത്തിനു ശേഷമാണ് മോളി വിരമിക്കുന്നത്. കേരള പോലീസിലെ നീണ്ട 33 വർഷത്തെ സേവനത്തിന് ശേഷം ദേശീയ പവർ ലിഫ്റ്റിംഗ് താരം മോളി വിരമിക്കുകയാണ്. നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടാനായതിന്റെ അഭിമാനത്തോടെയാണ് മോളി സർവീസ് കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്നത്. പവർ ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ അഭിമാനമായിരുന്ന മോളിക്ക് 1991 കേരള പോലീസിൽ LD ക്ലാർക്കായി ജോലി ലഭിക്കുന്നത്. പിന്നീട് നിരവധി മത്സരങ്ങളിൽ പോലീസിനു വേണ്ടി മോളി ജേഴ്സി അണിഞ്ഞു. പവർ ലിഫ്റ്റിംഗിൽ 92, 93, 94 കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ ചാമ്പ്യൻ പട്ടം നേടിയ മോളി ഇന്ത്യ ഏഷ്യ പവർ ലിഫ്റ്റിംഗിൽ 3 തവണ വെള്ളി മെഡലും നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ട്രോങ് വുമൺ ഓഫ് കേരള, സ്ട്രോങ് വുമൺ ഓഫ് ഇന്ത്യ പട്ടങ്ങളും നിരവധി അംഗീകാരങ്ങളും നേടി. 1996 GV രാജ അവാർഡും മോളിയെ തേടിയെത്തി. വിരമിച്ച ശേഷവും കായിക മേഖലയിൽ സജീവമായി തുടരാനാണ് മോളിയുടെ ആഗ്രഹം. നമ്മൾ വന്നൊരു കാലഘട്ടവും ഈ കാലഘട്ടവും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. അന്ന് നമ്മളെന്താ വെച്ചാൽ നമുക്കൊരു ജോലി ആണ് പ്രധാനം എങ്കിലും നമുക്കിതിൽ പെർഫോം ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവരെ വഴി മാത്രമായിട്ടാണ് സ്പോർട്സിന് എടുക്കുന്നത്. അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിലേക്കുള്ളൊരു വഴി മാത്രമായിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ആ സ്പോർട്സിൽ ഉയരണം എന്നുള്ള ആ ചിന്താഗതി വരുന്ന 10 കുട്ടികളിൽ 9 കുട്ടികൾക്കും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇനിയുള്ള ആയുസിലും അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നതും ഈ സ്പോർട്സിനെ ഉയർത്തി കൊണ്ടുപോകണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. വടകര റൂറൽ SP ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ചുമതലയിൽ നിന്നാണ് മോളി വിരമിക്കുന്നത്. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ഉത്തരമേഖല IG K സേതുരാമൻ, സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ നിർവാഹക സമിതി അംഗം, സംസ്ഥാന സെലക്ഷൻ കമ്മിറ്റി അംഗം, ദേശീയ പവർ ലിഫ്റ്റിംഗ് റഫറി എന്നീ നിലകളിലും സജീവമാണ് മോളി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ
ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗാലറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ റാലി സംഘടിപ്പിച്ചു. എരഞ്ഞിപ്പാലത്ത് നിന്നും ആരംഭിച്ച റാലി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കളക്ടറേറ്റ് അങ്കണത്തിൽ മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. റെഗുലർ ഗവൺമെൻറ് സൈഡിൽ നിങ്ങളുടെ സൈഡിൽ എല്ലാ ഒരു കൺസേർട്ടഡ് എഫേർട്ട് വേണം, കണ്ടിന്യൂസ് എഫേർട്ട് വേണം ഈ കാലത്ത്. ഞാൻ എല്ലാവർക്കും നന്ദി പറയാം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. രാജേന്ദ്രൻ, ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ ഷാമിൻ, ഡോക്ടർ AS ജ്യോതിമോൾ, ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ സലീം മണിമ, മാസ് മീഡിയ ഓഫീസർ T. ഷാലിമ, ആരോഗ്യ പരിശീലന കേന്ദ്രം അധ്യാപകർ, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലാ സമ്മേളനം മാർച്ച് 3-ന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കും. കാർഷിക സെമിനാറും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പരിപാടികൾ അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നാടിന്റെ നിയമങ്ങൾ ഭരണഘടന അനുസരിച്ച് പൗരന്മാർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ അവരെ ബോധിപ്പിക്കുകയും അവരെ മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മാർച്ച് 3-ന് വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് സ്റ്റേഡിയം ഹാളിലെ TK ആസാദ് നഗറിൽ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലാ സമ്മേളനം ജില്ലാ മനുഷ്യാവകാശ സമ്മേളനം എന്ന നിലയിലാണ് നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. MLA അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. അതിജീവനം തേടുന്ന കർഷകർ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ PT ജോൺ, ജോയ് കൈതാരം, ഗോകുൽദാസ്, മനുഷ്യാവകാശ പ്രവർത്തകർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ ഉസ്മാൻ ചാത്തൻചിറ, സുലൈഖ, സാഹിർ, മോഹനൻ, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി കാലിക്കറ്റ് വെസ്റ്റിന്റെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് പാലിയേറ്റീവ് കെയറിന് ആംബുലൻസ് സമ്മാനിച്ചു. ആംബുലൻസിന്റെ താക്കോൽ ദാനം MK രാഘവൻ MPയും ഫ്ളാഗ് ഓഫ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സേതു ശിവശങ്കറും നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ റോട്ടറി കാലിക്കറ്റ് വെസ്റ്റിന്റെ സഹജീവികളോടുള്ള കരുതലിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. കോർപ്പറേഷൻ ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ ആംബുലൻസിന്റെ താക്കോൽ ദാനം MK രാഘവൻ MP നിർവഹിച്ചു. മലാപ്പറമ്പ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹറാബി താക്കോൽ ഏറ്റുവാങ്ങി. സമർപ്പിത ജീവിതങ്ങൾക്ക് മാത്രമേ കാരുണ്യം പങ്കുവയ്ക്കാൻ കഴിയൂ എന്ന് MK രാഘവൻ MP പറഞ്ഞു. സ്വാഭാവികമായും ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഒരു സമർപ്പിത ജീവിതം നയിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. യാതൊരുവിധ ലാഭവും പ്രതീക്ഷിക്കാതെ അത്തരം ആളുകൾക്ക് വേണ്ടി, രോഗശീല കിടക്കുന്നവർക്ക് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് അവരും കാഴ്ചവെക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റോട്ടറി ക്ലബിന്റെ സേവനവും മലാപ്പറമ്പ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനവും മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് വെസ്റ്റ് പ്രസിഡന്റ് രാജേഷ് ജോൺ അധ്യക്ഷനായിരുന്നു. മലാപ്പറമ്പ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ മാതൃകാ പ്രവർത്തനം റോട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അംഗങ്ങൾ പണം സ്വരൂപിച്ച് ആംബുലൻസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് രാജേഷ് ജോൺ പറഞ്ഞു.
കോഴിക്കോട് പ്രവർത്തിക്കുന്ന മലബാർ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വാഹനം ഇല്ല എന്നുള്ളത് ഞങ്ങൾ അറിയുന്നതും ആ സംഘടന വളരെ പ്രയാസപ്പെട്ട രീതിയിലാണ് രോഗികളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുകയും ആ വിവരം ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നമ്മുടെ ക്ലബിലെ നമ്മളെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയുകയും അപ്പോൾ ആ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് നമുക്കെന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു വാഹനം അവർക്ക് വേണ്ടി ക്രമീകരിച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ട് ആ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് നിറഞ്ഞ രീതിയിൽ എല്ലാ ആൾക്കാരും പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ ചെയ്തുകൊണ്ട് ഒരു പുതിയ വാഹനം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇന്ന് ഈ നിമിഷത്തിൽ കഴിഞ്ഞു. സെക്രട്ടറി കെ സന്ദീപ്, ട്രഷറർ MC എലോൺ, അസിസ്റ്റന്റ് ഗവർണർ ശൈലേഷ് കുമാർ, ജോബീഷ് കുമാർ എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടിന്റെ കൂട്ടായ്മയിലൊരുക്കിയ റഫി ഗാനവിരുന്ന് കോഴിക്കോട് കുറ്റിച്ചിറ ഓപ്പൺ വേദിയിൽ സംഗീത സാന്ദ്രമായി. കോഴിക്കോട് കൂട്ടായ്മ സംഘടിപ്പിച്ച യേ ദുനിയ യേ മഹഫിൽ റഫി ഗാനങ്ങളാൽ സമ്പന്നമായിരുന്നു. റഫി ഫെയിം ഗായകൻ ആസിഫ് കാലിക്കറ്റും മകൾ യാര ആസിഫും ഒന്നിച്ചു പാടിയപ്പോൾ ആസ്വാദകരുടെ കയ്യടി നേടി. പിന്നണി ഗായിക ഐശ്വര്യ കല്യാണിയും ആസിഫും ചേർന്നും ഗാനങ്ങൾ ആലപിച്ചു. ആസിഫ് കാലിക്കറ്റിന് കോഴിക്കോട് പൗരാവലിയുടെ ആദരവ് കാമിലി ഡയറക്ടർ സാജു തോമസ് സമ്മാനിച്ചു. CEV അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക ആതുര മേഖലയിൽ 2 പതിറ്റാണ്ട് സേവനം പരിഗണിച്ച് ഹിഷാം ഹസനെയും ചുഴലി സിനിമയുടെ സംവിധായകൻ ഹനീഫ മൂടാടിയെയും ആദരിച്ചു. വിരഹവും പ്രണയവും സംഗമിച്ച റഫിയുടെ 50-70കളിലെ 25ഓളം ഗാനങ്ങളായിരുന്നു ആലപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. LDF ജനമുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. മടവൂർ പഞ്ചായത്തിലെ അങ്കത്തായിൽ നിന്നും ആരംഭിച്ച ജാഥ പുല്ലാളൂർ, മുട്ടാഞ്ചേരി, CM മഖാം, പൈമ്പാലുശ്ശേരി എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം മടവൂർ മുക്കിൽ സമാപിച്ചു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന പ്രതികാര നടപടികൾക്കും വർഗീയതയ്ക്കുമെതിരെ അണിചേരുക, മതനിരപേക്ഷതയ്ക്ക് കാവലാളാവുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് LDF കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചത്. യാത്ര മടവൂർ പൈമ്പാലുശ്ശേരിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ K ബാബു, വൈസ് ക്യാപ്റ്റന്മാരായ PC തോമസ്, K ജമീല, മാനേജർ V ബാബു, AP നസ്തർ, KV സുരേന്ദ്രൻ, OP അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. കേൾവി കുറവിനെതിരെ ബോധവൽക്കരണ പദ്ധതിയുമായി അസന്റ് ENT ആശുപത്രി. ലോക കേൾവി ദിനമായ മാർച്ച് 3-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടി അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അസന്റ് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു. എല്ലാ വർഷവും മാർച്ച് 3-ന് വേൾഡ് ഹിയറിംഗ് ഡേ കൊണ്ട് ആഘോഷിക്കാം ലോകാരോഗ്യ സംഘടന. അപ്പൊ ഈ വർഷം ഞങ്ങൾ മലബാർ ഡെഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഏകദേശം 200ഓളം പേര് അംഗങ്ങളായ ഒരു സംഘടനയാണ്. അവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു പ്രിവിലേജ് കാർഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1. 2, കേൾവിക്കുറവുള്ള ആളുകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡെഫ് സ്കൂളുകൾ അല്ലെങ്കിൽ ഡെഫ് അസോസിയേഷൻ, പിന്നെ കോക്ലിയർ ഇംപ്ലാന്റീസിന്റെ അസോസിയേഷൻ, അപ്പൊ അങ്ങനത്തെ അസോസിയേഷന്റെ ഒക്കെ നന്നായിട്ട് പ്രവർത്തിച്ചുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ ആദരിക്കുക എന്നുള്ള ഈ 2
പരിപാടികളാണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് കോഴിക്കോട്. കേൾവിക്കുറവിനെ കുറിച്ചുള്ള സമൂഹത്തിന്റെ ചിന്താഗതി മാറ്റിയെടുക്കണമെന്നും കേൾവി തിരിച്ചു കിട്ടാനുള്ള ചികിത്സയ്ക്ക് എല്ലാവരെയും പ്രാപ്തരാക്കണമെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ലോകാരോഗ്യ സംഘടന ഈ വർഷം വേൾഡ് ഹിയറിംഗ് ഡേ ആചരിക്കുന്നത്. ലോക കേൾവി ദിനത്തോടനുബന്ധിച്ച് അസന്റ് ENT ആശുപത്രി വിവിധ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. മാർച്ച് 3 വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന പരിപാടി അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സബ് കളക്ടർ, കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിത, AOI കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ, IMA കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു ബൽറാം തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും അസന്റ് ആശുപത്രി COO ഡോക്ടർ ബിജിരാജ് VV, അഡ്മിനിസ്ട്രേഷൻ മാനേജർ ഷിനോജ് പെരുവമ്പറമ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GLP സ്കൂൾ ബേപ്പൂർ വെസ്റ്റിന്റെ 104ാം വാർഷികാഘോഷവും പ്രധാനാധ്യാപക നാജയ്ക്കുള്ള യാത്രയയപ്പും സ്കൂളിൽ നടന്നു. ഒപ്പം 2024 എന്ന പരിപാടി കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. ബേപ്പൂർ തുറമുഖ പ്രദേശവാസികളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റത്തിന്റെ നാഴികക്കല്ലാണ് GLP സ്കൂൾ ബേപ്പൂർ വെസ്റ്റ്. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളറിഞ്ഞ് വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഈ കൊച്ചു വിദ്യാലയം. സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും യാത്രയയപ്പും ഒപ്പം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും, മഞ്ചാടി തന്നതും മാഞ്ചോട്ടിൽ വന്നതും, പുഞ്ചിരിയിട്ട മലയാളം, പെരുവിളിച്ചതും പേടിയൊഴിച്ചതും, പെരുവിളിച്ചതും പേടിയൊഴിച്ചതും, നേരു പറഞ്ഞ മലയാളം, അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചൊടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം, ഉപ്പു തൊടുന്ന മലയാളം. ഫറോക്ക് AEO കുഞ്ഞിമൊയ്തീൻ കുട്ടി MT മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ 48ാം ഡിവിഷൻ കൗൺസിലർ T രജനി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി JN മലയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 47ാം ഡിവിഷൻ കൗൺസിലർ M ഗിരിജ, SCC വർക്കിംഗ് ചെയർമാൻ സുഭാഷ് P, KT സ്മിജിത്ത്, KP ഹുസൈൻ കോയ, M ഷെറി, KP ഫൈസൽ, പ്രേമൻ കരിച്ചാലി, V സലാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കെയ്കോ വേങ്ങേരിയിൽ ആഗ്രോ സൂപ്പർ ബസാർ ആരംഭിക്കുമെന്ന് കെയ്കോ ചെയർമാൻ അറിയിച്ചു. ബസാറിന്റെ ഉദ്ഘാടനം മാർച്ച് 4-ന് കൃഷി വകുപ്പ് മന്ത്രി നിർവഹിക്കും. കെയ്കോയിൽ കേന്ദ്രീകൃത അക്കൗണ്ടിംഗും ഓഡിറ്റിംഗും നടപ്പിലാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. കൃഷിമന്ത്രിയെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പൂർണ്ണ പിന്തുണയോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കൃഷി വകുപ്പിന്റെ ഒരു സഹകരണത്തിലേക്ക് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് മുന്നോട്ട് കഴിയും. അപ്പൊ തീർച്ചയായിട്ടും കറപ്ഷന്റെ കൂടെയല്ല ഭരണസമിതി എത്തുന്നത് കൊണ്ടാണ് അവർ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് കൃഷി വകുപ്പ് മുകളിൽ തീർക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രത്തെ അതിന്റെ തനിമയോടെയും സത്യസന്ധതയോടെയും രേഖപ്പെടുത്തി വെക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. പവർ ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ അഭിമാന താരമായിരുന്ന മോളി പടിയിറങ്ങുന്നു. കേരള പോലീസിലെ നീണ്ട 33 വർഷത്തെ സേവനത്തിനു ശേഷമാണ് വിരമിക്കൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.